ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് ലവ് വിൽ പാർക്കിലോട്ടാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് ജസ്റ്റ് ഒന്ന് പോയി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂടെ വേറെ 2 ഫാമിലീസും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പേര് പറഞ്ഞില്ലേ പാർക്കിൻ്റെ, ലവ് വിൽ പാർക്ക്. ഈ പാർക്കിനെ ലവ്ലി ആക്കുന്നത് എന്താണെന്നറിയാമോ? ദേ ഈ കാണുന്ന ബ്രോണ്ടി ക്രീക്ക്. പാർക്കിൽ അങ്ങ് ഇങ്ങായിട്ട് ഇതുപോലെ ബ്രിഡ്ജസ് കണക്ട് ചെയ്ത് ഇതുപോലെ ചെറിയ അരുവിയുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളവും ഈ ഉരുണ്ട വാർക്കലും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ചെറിയ ഒഴുക്കുള്ള ഒരു ചെറിയ അരുവി. വെക്കേഷനൊക്കെ കഴിയുന്നതുകൊണ്ട് പാർക്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ എന്ന്. ആൾക്കാർ പൊതുവെ വീഡിയോയിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് ആൾക്കാരില്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അവർ എൻജോയ് ചെയ്യാൻ വരുമ്പം ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ച് അവരുടെ മുന്നിലോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ആൾക്കൂട്ടമൊക്കെ ഒഴിവാക്കി എടുത്തൊരു ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി പച്ചപ്പും ഹരിതാപവും നീലാകാശം, ഇത് തന്നെയാണ് ഈ പാർക്കിൻ്റെ ഭംഗി. ബീജുമായിട്ട് ചെറിയ പാട്ടൊക്കെ ഇടാന്ന് വെച്ചാലേ ഫുൾ കോപ്പി റൈറ്റാണേ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ പാട്ടൊന്നും ഇടുന്നില്ല. നിങ്ങൾ സീനൊക്കെ കണ്ട് എൻജോയ് ചെയ്യട്ടോ. ഈ പാർക്കിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയ പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ സീറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പാർക്കാണിത്. ഞങ്ങളും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അവിടെ ഇരുന്ന് കഴിച്ചു, കുറേ നേരം കത്തി വെച്ചു, കുട്ടികൾ കളിച്ചു. അങ്ങനെ ഒരു ഫൺ ഫിൽഡ് സൺഡേ ആയിരുന്നു. ഇപ്പോഴേ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മാസങ്ങളും കൂടെ കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞ് നമുക്ക് ഈ ഒരു പച്ചപ്പൊന്നും കാണാനൊക്കില്ല. അപ്പോൾ ഈ വെതർ ഓക്കെ ആവുന്ന സമയത്ത് ഇതുപോലുള്ള പാർക്കുകളിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ചുമ്മാ കത്തിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.